ഹലോ, ഗുഡ് മോർണിംഗ്. സോൾവൻസി റേഷ്യോ ആണ് നമ്മൾ പറഞ്ഞത്. അതിൽ ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ദ സെക്കൻഡ് വൺ ആണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. പ്രൊപ്രൈറ്ററി റേഷ്യോ മീൻസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഓർ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ആൻഡ് ദ ടോട്ടൽ അസറ്റ്. ടോട്ടൽ അസറ്റും ഓണേഴ്സിൻ്റെ ഫണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഓണേഴ്സ് ഫണ്ട്? എന്താണ് ഓണേഴ്സ് ഫണ്ട് എന്ന് പറഞ്ഞാൽ, അല്ലെ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ അതായത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, റിസർവ് ആൻഡ് സർപ്ലസ്, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് അല്ലെങ്കിൽ അൺഡിസ്ട്രിബ്യൂട്ടഡ് പ്രോഫിറ്റ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഈ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഫണ്ടിൽ നിന്ന് ചിലപ്പം ചില എക്സ്പെൻസുകൾ, പ്രിലിമിനറി എക്സ്പെൻസുകൾ, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്ത്, അതായത് ഫിക്റ്റീഷ്യസ് അസറ്റുകൾ, പ്രിലിമിനറി എക്സ്പെൻസ്, ഡിസ്കൗണ്ട് ഓൺ ഷെയർസ്, ഡിസ്കൗണ്ട് ഓൺ ഡിബെഞ്ചേഴ്സ്, അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ, അങ്ങനെയുള്ള എക്സ്പെൻസുകൾ ഉണ്ടെങ്കിൽ ഈ ഫണ്ടിൽ നിന്ന് ലെസ് ചെയ്യണം. എന്നാലാണ് പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് കിട്ടുക. ഇപ്പോൾ ടോട്ടൽ അസറ്റ് പറയുന്നത് നിങ്ങൾക്ക് അറിയാം. ടോട്ടൽ അസറ്റ് എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റ് പ്ലസ് ഫിക്സഡ് അസറ്റ്, ഇതിനെയാണ് ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത്. ഇതിന് വേറൊരു ഇക്വേഷൻസും കൂടിയുണ്ട്, അത് നിങ്ങൾ നോക്കണ്ട, തൽക്കാലം നോക്കണ്ട. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഈ റേഷ്യോ നോക്കുന്നത് സോൾവൻസി ഉണ്ടോ, ബിസിനസ് സ്ഥാപനത്തിന്, കമ്പനിക്ക് സോൾവൻസി ഉണ്ടോ, ലോങ് ടേം ലാബിലിറ്റി മീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള ടെസ്റ്റാണ്. രണ്ടാമത്തെ ടെസ്റ്റാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് 0.5:1. ഇത് മീൻ ചെയ്യുന്നത് 1 രൂപ ടോട്ടൽ അസറ്റ് ഉണ്ടെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ എത്ര ഉണ്ടെന്നാണ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് 0.5, അതായത് പകുതിയെങ്കിലും, ടോട്ടൽ അസറ്റിൻ്റെ പകുതിയെങ്കിലും പ്രൊപ്രൈറ്റർ അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടാകണം. അങ്ങനെയുള്ള ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അതിന് സോൾവൻസി ഉണ്ടെന്ന് പറയാം. 0.6 ഒക്കെ ആണെങ്കിലും കുഴപ്പമില്ല, 0.67, അപ്പോൾ കോൺട്രിബ്യൂഷൻ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻസ് ഫിക്സഡ് അസറ്റിൽ അല്ലെങ്കിൽ ടോട്ടൽ അസറ്റിൽ എത്ര ഉണ്ട് നോക്കുന്നതാണ് പ്രൊപ്രൈറ്ററി റേഷ്യോ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഇത് പേഴ്സൻറ്റേജിലും പറയും. പേഴ്സൻറ്റേജ് പറയുമ്പോൾ പ്രൊപ്രൈറ്ററി ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ് ഇൻറ്റു 100 എന്നിട്ടുണ്ടെങ്കിൽ പേഴ്സൻറ്റേജ് കിട്ടും. അപ്പോൾ പേഴ്സൻറ്റേജ് ആകുമ്പോൾ അതിൻ്റെ ഐഡിയൽ എന്ന് പറയുന്നത് 50% ആയിരിക്കും. അതിൻ്റെ ഐഡിയൽ എന്ന് പറയുന്നത്. നോക്കാം, ഒരു ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഇത് അധികം ചോദിക്കുന്നൊരു ക്വസ്റ്റ്യനാണ്. കാൽക്കുലേറ്റ് പ്രൊപ്രൈറ്ററി റേഷ്യോ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ, കാൽക്കുലേറ്റ് പ്രൊപ്രൈറ്ററി റേഷ്യോ. കുറച്ച് ഐറ്റംസ് തന്നിട്ട് നിങ്ങളോട് പ്രൊപ്രൈറ്ററി റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. അപ്പോൾ നിങ്ങൾ ആദ്യം ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ എഴുതാം. പ്രൊപ്രൈറ്ററി റേഷ്യോ ഈസ് ഈക്വൽ ടു ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്. ഇക്വേഷൻ എഴുതാം. എന്നിട്ട് ഏതൊക്കെയാണ് ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് നോക്കുക. അതിൻ്റെ അകത്ത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ടാണ്, പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ജനറൽ റിസർവ്, പ്രോഫിറ്റ്ലെസ് അക്കൗണ്ട്, ഡിബെഞ്ചേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് അല്ല, ക്രെഡിറ്റേഴ്സ് ഷെയർ ഹോൾഡേഴ്സ് അല്ല, പിന്നെ വരുന്ന അസറ്റാണ്. അപ്പോൾ ഇത് നാലും ടോട്ടൽ ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് കിട്ടും. ഇനി ടോട്ടൽ അസറ്റ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ഉണ്ടാവും, ഫിക്സഡ് അസറ്റ്, ഇൻവെസ്റ്റ്മെൻറ്റും എന്ത് തന്നെയാണ്? അസറ്റ് തന്നെയാണ്. അപ്പോൾ ഇത് മൂന്നും കൂട്ടിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടോട്ടൽ അസറ്റ് കിട്ടും. ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടും. നോക്കാം, ആൻസർ നോക്കാം. പ്രൊപ്രൈറ്ററി റേഷ്യോ നിങ്ങൾ ആദ്യം ഇക്വേഷൻ എഴുതി. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ അസറ്റ്.
പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട് അല്ലെങ്കിൽ ഓണേഴ്സ് ഫണ്ട് എന്നും കൂടി ഇതിന് പറയും. ഓണേഴ്സ് ഫണ്ട് എന്ന് പറയും, അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്നൊക്കെ പറയാം. പ്രൊപ്രൈറ്റേഴ്സ് ഫണ്ട്, ഓണേഴ്സ് ഇക്വിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ടോട്ടൽ 4,20,000 കിട്ടി. ടോട്ടൽ അസറ്റിൻ്റെ ടോട്ടൽ 7 lakh കിട്ടും. ഇപ്പോൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.6:1 കിട്ടും. ഇൻറ്റു 100 ആണെങ്കിൽ നിങ്ങൾക്ക് 60% എന്ന് കിട്ടും. എന്താ അത് മീൻ ചെയ്യുന്നത്? ടോട്ടൽ അസറ്റിൻ്റെ 60% ഓണേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഓണേഴ്സിൻ്റെ ഫണ്ടിൽ നിന്ന് എടുത്തിട്ടാണ് അതിൻ്റെ 60%, ടോട്ടൽ അസറ്റിൻ്റെ 60% ആരുടെ കോൺട്രിബ്യൂഷനാണ്? ഓണേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ദ പ്രൊപ്രൈറ്ററി റേഷ്യോ ഇൻഡിക്കേറ്റ് ദാറ്റ് ഔട്ട് ഓഫ് എവരി വൺ ഇൻവെസ്റ്റഡ് ഇൻ അസറ്റ്, ഷെയർ ഹോൾഡേഴ്സ് കോൺട്രിബ്യൂഷൻ ഈസ് 60 paise ഓർ 60%. ടോട്ടൽ അസറ്റിൻ്റെ 60% ആരുടെ കോൺട്രിബ്യൂഷനാണ്? ഷെയർ ഹോൾഡേഴ്സിൻ്റെ കോൺട്രിബ്യൂഷനാണ്. ഇതിൻ്റെ ഐഡിയൽ 0.5 ആയിരുന്നു. അതിൻ്റെ ഏകദേശം അടുത്താണ് വരുന്നത് 0.6, 0.5:1. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.